ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, നമ്മുടെ എക്സാം ടൈം ടേബിൾ ഒക്കെ വന്നു അല്ലെ? 11th മാർച്ചിനാണ് നിങ്ങളുടെ മാത്സ് എക്സാം വരുന്നത്. ആ ഒരു ഡേറ്റ് ഞാൻ പ്രത്യേകം ഓർമ്മിച്ച് വെക്കും, കാരണം അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സോ 11th മാർച്ചിന് നമുക്ക് മാത്സ് എക്സാം വരികയായി. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 2.5 months നമുക്ക് 2 മാസം കൂട്ടാം. ഓക്കെ, 2 മാസത്തിൽ വേണം മാത്സിന്റെ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചെടുക്കാനായിട്ട്. സോ നിങ്ങളെ ഉറപ്പായിട്ടും ബോർഡ് എക്സാമിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ കുഴക്കുന്ന പേപ്പർ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് മാത്സ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, പ്രോബ്ലംസ്, അതിൽ തന്നെയുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ, A1 ലെവൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എല്ലാം കോണ്ടന്റ് വീഡിയോസ് ആയിട്ടും ലൈവ് ക്ലാസ്സസ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങളുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോസ് ഒക്കെ കാണുക, അതോടൊപ്പം കൃത്യമായിട്ട് പ്രോബ്ലംസ് എഴുതി ചെയ്ത് പഠിക്കുക. ഇത് മാത്രം നിങ്ങൾ, ഈ ഒരു റൂൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തോളാം. എഴുതി തന്നെ ഓരോ പ്രോബ്ലവും പഠിച്ചോളാം. ഓക്കെ, സോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ 5 കിടിലൻ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാം ഓറിയന്റഡ് ആണ്. നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ കൃത്യമായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി ടേംസ് ആർ there in an AP whose first and fifth terms are -14 and 2 respectively and the last term is 62. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്ന സാധനങ്ങളൊക്കെ ഒന്ന് എഴുതാം. ഫസ്റ്റ് ടൈം എത്രയാ? -14. ഫസ്റ്റ് ടൈമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാ? A ആണ്. A എന്ന് പറഞ്ഞാൽ എത്രയാ? -14 ആണ്. ദെൻ ഫിഫ്ത്ത് ടൈം A5 എത്രയാ? 2 ആണ്. ആൻഡ് ലാസ്റ്റ് ടൈം എത്രയാ? 62. ലാസ്റ്റ് ടൈമിൽ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? AN ആണ്. AN എന്ന് പറഞ്ഞാൽ എത്രയാ? 62. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഹൗ മെനി ടേംസ് ആർ ദർ, വിച്ച് മീൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് N ആണ്. Nന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ശ്രദ്ധിക്കുക, Nന്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം D കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമും A5 തന്നിട്ടുള്ളത്, ഫിഫ്ത്ത് ടൈം തന്നിട്ടുള്ളത്. A5 ഈക്വൽ ടു, A5 എന്ന് പറഞ്ഞാൽ എന്താ? A plus n-1 into D. A plus 5. A5 എന്ന് പറഞ്ഞാൽ A plus 5 minus 1 into D, അഥവാ A plus 4D. A plus 4D ആണ് എത്ര? 2 എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, A എത്രയാ? -14 ആണ്. സോ -14 plus 4D is equal to 2 ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ -14 നമുക്ക് RHSലോട്ട് കൊണ്ടുപോകാലോ? കുഴപ്പമൊന്നുമില്ലല്ലോ, കൊണ്ടുപോവാം. സോ LHSൽ ആര് മാത്രം ബാക്കിയായി? 4D മാത്രം ബാക്കിയായി. 4D is equal to, RHSൽ ഓൾറെഡി 2 ഉണ്ട്, ആൻഡ് LHSലുള്ള -14 RHSൽ എത്തുമ്പോൾ +14 ആയിട്ട് മാറും. സോ 4D is equal to 16 and D is equal to 4. അങ്ങോട്ട് പോകുമ്പോൾ *4 അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? *4 RHS പോകുമ്പോൾ എന്തായി? /4. 16/4 അഥവാ 4 എന്ന് കിട്ടി. D നമുക്ക് 4 എന്ന് കിട്ടി. ഇനി നമുക്ക് എളുപ്പമാണ് N കണ്ടുപിടിക്കാൻ. നിങ്ങൾ എന്ത് ചെയ്യുക? AN, nth ടേമിന്റെ ഇക്വേഷൻ. Nന്റെ ഇക്വേഷൻ എന്താ? A plus n-1 into D. അത് എത്രയാണെന്ന് പറഞ്ഞത്? AN എത്രയാണെന്ന് പറഞ്ഞത്? 62. അതിൽ നമുക്ക് കിട്ടിയ വാല്യൂസ്, നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A എത്രയാ? ഫസ്റ്റ് ടൈം എത്രയാ? -14. സോ -14 plus n-1 into D എത്രയാ? 4 ആണ്. *4 ആണ്. *4 is equal to 62 ആണ്. ഇനി നിങ്ങൾ ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് Nന്റെ വാല്യൂ സിമ്പിൾ ആയിട്ട് കിട്ടും. -14 RHSലോട്ട് പോവുക. അപ്പൊ എന്തായി? n-1 into 4 is equal to -14 RHS പോയാൽ എന്തായി? +14 ആയിട്ട് മാറി. സോ 62 plus 14 എത്രയാ മക്കളെ? 76. ഇനി എന്ത് ചെയ്യുക? ഈ *4 RHSലോട്ട് കൊണ്ടുപോവുക. *4 RHS പോയാൽ എന്തായി? /4 ആയിട്ട് മാറി. സോ n-1 is equal to 76 divided by 4. 76 divided by 4 എത്രയാ? 80 divided by 4 എത്രയാ? 80 എത്ര 4 ഉണ്ട്? 40ൽ 10 ആണ്. അപ്പൊ 80ൽ 20. അപ്പോൾ 80 ഒരു 4 സബ്സ്ട്രാക്ട് ചെയ്ത് എത്രയായി? 76 ആയി. സോ 20 ഒരു 4 പോക്കുക. 19 കിട്ടി. n-1 ആണ് 19 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ n എന്താ? ആ -1 RHSലോട്ട് പോയാൽ +1 ആവും. സോ 19 + 1 അഥവാ 20 എന്ന് കിട്ടി. സോ നമുക്ക് എത്ര ടേംസ് ആണ്? 20 ടേംസ് ആർ ദർ. നമ്മൾ ടേംസ് അല്ലേ ചോദിച്ചത്? യെസ്, കഴിഞ്ഞു. ആൻസർ ആയി. 20 ടേംസ് ആർ ദർ. കഴിഞ്ഞു. സിമ്പിൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
which term of the AP 65, 61, 57, 53, etc. is the first negative term? First negative term. Which term of the AP തന്നിട്ട് is 62 അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. പക്ഷെ നമ്മളോട് അങ്ങനെയാണ് ചോദിച്ചത്. നമ്മളോട് ചോദിച്ചത് ഇതിൽ ഏത് ടേമാണ് ഫസ്റ്റ് നെഗറ്റീവ് ടേം എന്നാണ്. മക്കളെ കിഡിലൻ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നൂടാ. അതായത് nth ടൈം, എത്രാമത്തെ ടൈമാണെന്ന് നമുക്ക് അറിയത്തില്ല. nth ടൈം, നമുക്ക് അതിനെ ജനറലി nth ടൈം എന്ന് പറയാം. nth ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നെഗറ്റീവ് ടൈം ആയിരിക്കണം. അതെങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം? നെഗറ്റീവ് ടൈം ആയിരിക്കണം, ലെസ് ദാൻ 0. യെസ്, nth ടൈം എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കണം. അതായത് നെഗറ്റീവ് ടൈം ആയിരിക്കണം. നെഗറ്റീവ് ടൈം നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ലെസ് ദാൻ 0. മതി. ഇനി nth ടൈമിന്റെ ഇക്വേഷൻ എഴുതിയ മക്കളെ എന്താ? a പ്ലസ് n-1 ഇൻറ്റു d എന്താ? ലെസ് ദാൻ 0. ഈ ലെസ് ദാൻ എന്ന് പറയുന്നില്ലേ, നമ്മളെ ഈക്വൽ ടു സിമ്പിൾ പോലെ തന്നെയാണ്. ഈക്വൽ ടു സിമ്പിൾ പോലെ തന്നെ, ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ നമ്മളെ ഈക്വൽ ടു സിമ്പിൾ പോലെ തന്നെ നമുക്ക് LHS RHSലോട്ടും RHS LHSലോട്ടും ഒക്കെ കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. LHS RHS നമ്മൾ പറയാം, ഞാൻ പറയാണ് ഈക്വലിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാം. ഈക്വൽ ടു സൈനിന് കൊണ്ടുപോകുന്ന ഈക്വൽ സൈനില്ലേ അവിടെ നമ്മൾ കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാം. അത് മനസ്സിൽ വെക്കുക. ഇനി ചെയ്യാം മക്കളെ. a എത്രയാ? 65 പ്ലസ് n-1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഞാൻ ഡോട്ട് ഇടുന്നുണ്ടേ. ഡോട്ട് മീൻസ് ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണേ. ഡി എത്രയാടാ? ഡി എത്രയാ നോക്ക്. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. 61 മൈനസ് 65 എത്രയാ? -4. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ഒരിക്കലും ടേം ഡിഫറൻസ് അല്ല നോക്കേണ്ടത്. ടേംസ് തമ്മിൽ ഡിഫറൻസ് അല്ല. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, സോ -4 കിട്ടി. സോ ഇൻറ്റു -4 ലെസ് ദാൻ 0 ആണ്. സോ നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് വൃത്തിക്ക് എഴുതാം. എന്ത് വരും? 65 പിന്നെ എന്ത് വരിക നോക്കുക, പ്ലസ് ഉണ്ട്, പിന്നെ -4 ഇൻറ്റു n എന്താ? -4n. സോ പ്ലസ് -4 എന്ത് വരും? അഥവാ -4n. പിന്നെയോ -4 ഇൻറ്റു -1 എന്താ? -4 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ മൈനസ് പ്ലസ് ആയി, +4 ലെസ് ദാൻ 0. ഇനി ശ്രദ്ധിക്കുക, ഈ 65 പ്ലസ് 4 എത്രയായി? 69 ആയി. 69 മൈനസ് 4n എന്താ? ലെസ് ദാൻ 0. ഇനി എന്ത് ചെയ്യാ? ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ -4നെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, RHSലോട്ട് കൊണ്ടുപോകാം. അപ്പുറത്തോട്ട് പറഞ്ഞാൽ അങ്ങോട്ടല്ല, RHSലോട്ട് കൊണ്ടുപോകാം. സോ എന്ത് വരും? 69 ലെസ് ദാൻ മക്കളെ -4n അപ്പുറത്ത് പോയാൽ എന്തായി? +4 ഈക്വൽ ടു സൈനിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ +4 4n. ഇനി എന്ത് ചെയ്യുക? ആ എന്നിനെ കൂടി ഒരു അധികപ്പറ്റായിട്ട് എടുത്ത് നിൽക്കുന്നില്ലേ, അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ, തിരിച്ചുകൊണ്ടുവന്നേ. അപ്പൊ എന്തായി? ആ ഇൻറ്റു n ആണ്, n ഇൻറ്റു 4 ആണ്. ആ ഇൻറ്റു 4നെ ഇപ്പുറത്തോട്ട് എന്തായി? ഡിവൈഡഡ് ബൈ 4. സോ 69 ഡിവൈഡഡ് ബൈ 4 ലെസ് ദാൻ n എന്ന് കിട്ടി. സോ 69/4 എത്രയാ നോക്കാം. 69/4 ഞാൻ ചെയ്യാനുള്ള സമയത്തിന്റെ കുറവ് മൂലം ഞാൻ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുകയാണ് ഗൈസ്. 69 ഡിവൈഡഡ് ബൈ 4 17 പോയിന്റ് സംതിങ് ആണ് വരേണ്ടത്. 69 ഡിവൈഡ് ബൈ 4 യെസ് 17.25. സോ 17.25 ലെസ് ദാൻ n. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? n എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 17.25. അതായത് മക്കളെ ഇങ്ങനെ എഴുതേണ്ട ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. nth ടേം 0നേക്കാളും താഴെ ആവണമെങ്കിൽ, അഥവാ സിംപ്ലി nth ടേം നെഗറ്റീവ് ആവണമെങ്കിൽ n-ന്റെ വാല്യൂ എപ്പോഴും 17.25നേക്കാളും കൂടുതലായിരിക്കണം. n-ന്റെ വാല്യൂ, അതായത് ടേമിന്റെ പൊസിഷൻ, ഇത്രാമത്തെ ടേം എന്ന് പറയല്ലോ, അത് 17.25നേക്കാളും കൂടുതലായാലേ നമ്മുടെ nth ടേം എന്താവുള്ളൂ? നെഗറ്റീവ് ആവുള്ളൂ. അഥവാ ഫോർ എക്സാമ്പിൾ നിങ്ങൾ nth ടേം n 17 ആണെന്ന് വിചാരിക്കുക, അഥവാ 17th ടേം n 17 എന്ന് വെച്ചാൽ എന്താ? 17th ടേം ഒരിക്കലും എന്തല്ല? 0 നെഗറ്റീവ് അല്ല, നെഗറ്റീവ് ടേം അല്ല, 0നേക്കാളും കുറവാവൂല. കാരണം n എന്തല്ല? 17.25നേക്കാളും വലുതായിരിക്കണം. ഇവിടെ എന്താ 17 എന്താ? 17.25നേക്കാളും ചെറുതാണ്. ഇനി n 16 ആണെങ്കിലോ 16th ടേം 16th ടേം എപ്പോഴും എന്താ? പോസിറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്, നെഗറ്റീവ് അല്ല. അപ്പൊ എവിടുന്നാ ഫസ്റ്റ് നെഗറ്റീവ് ആവുക? 17.25നേക്കാളും തൊട്ട് വലുത്. അതേതാ മക്കളെ വരിക? 17.25നേക്കാളും n എപ്പോഴും നമ്മൾ എന്താ? നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഇത്രാമത്തെ ടേം എന്നാണ്. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, അതെപ്പോഴും എന്തായിരിക്കും? നമ്മളെ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. 1 2 3 4 അങ്ങനെ ആയിരിക്കും. സോ 17.25നേക്കാളും തൊട്ടടുത്ത ഏതാ? 18. സോ n ഈക്വൽ ടു 18 കിട്ടി.
അപ്പോൾ n ഈക്വൽ ടു 18. 18th ടേം ആണ് എന്ത് മക്കളെ, വിച്ച് ടേം ഓഫ് ദ എ പി എന്നല്ലേ ചോദിച്ചത്. സോ 18th ടേം ഓഫ് ദ എ പി ഈസ് ദ ഫസ്റ്റ് നെഗറ്റീവ് ടേം എന്ന് നമുക്ക് കിട്ടി. സിമ്പിൾ ആണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് പഠിച്ചോളാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the pth term of an AP is q and qth term is p, then prove that its nth term is p plus q minus n. ഇതിപ്പോ സാറിന് വട്ടായതാണോ അതോ ഞങ്ങൾക്ക് മൊത്തം വട്ടായതാണോ അല്ലേ? പക്ഷെ അല്ല, നിങ്ങളെ ബോർഡ് എക്സാമിന് എനിക്ക് തോന്നുന്നു 2022 കമ്പാർട്ട്മെന്റ് എക്സാമിനോ അല്ലെങ്കിൽ 2023 എക്സാമിനോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. pth term of an AP is q. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായില്ല, എങ്ങനെ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്ന സാധനങ്ങൾ അതേപടി എഴുതുക, എന്നിട്ട് അന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കത്തും, അത് വെച്ചിട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആൻസറിലേക്ക് എത്തും. നിങ്ങൾ നോക്ക്, pth term of an AP is q നമുക്ക് എഴുതാം. pth term എങ്ങനെയാണ് നമ്മൾ എഴുതുക, a പ്ലസ് nth ടൈം എങ്ങനെയാണ് എഴുതുക, a പ്ലസ് n മൈനസ് 1 അങ്ങനെ വെച്ചാൽ pth ടൈമോ a പ്ലസ് p മൈനസ് 1 ഇത് പറഞ്ഞാൽ എത്രയാ, q ആണ്. pth ടൈം ഈസ് q ആണ്. അതുപോലെ qth ടൈം എത്രയാ, p ആണ്. qth ടൈം എന്ന് പറയുമ്പോൾ എന്താ, nth ടൈം എന്ന് പറഞ്ഞാൽ a പ്ലസ് n മൈനസ് 1 അപ്പോൾ qth ടൈമോ a പ്ലസ് q മൈനസ് 1 a പ്ലസ് q മൈനസ് 1 d. അത് എത്രയാണെന്ന് പറഞ്ഞത്, p ആണ്. സോ ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കുക എന്താ, മൈനസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് സീറോ ആക്കാൻ നോക്കും. മൈനസ് ചെയ്തേക്ക് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, എ മൈനസ് എ സീറോ ആയിപ്പോയി. പിന്നെന്താ, ഇത് മൈനസ് ഇതുണ്ട് അല്ലെ, അത് നമുക്ക് എഴുതാം. p മൈനസ് 1 d, അത് മേലത്തത്. അതിൽ എന്ത് മൈനസ് ചെയ്യണം, താഴത്തത് മൈനസ് ചെയ്യണം. താഴെ എന്താണത്, q മൈനസ് 1 d വിച്ച് ഇസ് ഈക്വൽ ടു RHS മൈനസ് ചെയ്യണ്ടേ, RHS മൈനസ് ചെയ്യണം. എന്താ, q മൈനസ് p. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ രണ്ട് ശ്രദ്ധിക്കുക, ഇവിടെ LHS ഉണ്ടല്ലോ, LHSൽ d രണ്ടിടത്തും കോമൺ ആണ്. സോ d നമുക്ക് പുറത്തെടുക്കാം. സോ d ഇൻറ്റു എന്താ വരിക, p മൈനസ് 1 പിന്നെ മൈനസ് ഓഫ് q മൈനസ് 1. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ d കോമൺ ആയതുകൊണ്ട് ഈ സബ്സ്ട്രാക്ഷനിൽ ഈ രണ്ട് ടേംസിലും d കോമൺ ആണ്, അതുകൊണ്ട് d നമ്മൾ പുറത്തെടുത്തു. ഇവിടെ d പോയാൽ ബാക്കി എന്താണത്, p മൈനസ് 1 ഉണ്ട്, പിന്നെ മൈനസ് സൈൻ ഇട്ടു, പിന്നെ q മൈനസ് 1 നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, q മൈനസ് p ആണ്. ദെൻ ശ്രദ്ധിക്കുക, d ഇൻറ്റു നോക്കിയേ p മൈനസ് 1, ഈ മൈനസ് നമ്മൾ ഉള്ളോട്ടേക്ക് എടുക്കുക, മൈനസ് q പിന്നെ മൈനസ് 1 എന്താ, പ്ലസ് 1 ഇസ് ഈക്വൽ ടു q മൈനസ് p. സോ എന്ത് വന്നു, d ഇൻറ്റു മക്കളെ ശ്രദ്ധിക്കുക p ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു മൈനസ് q ഉണ്ട്. സോ p മൈനസ് q നമുക്ക് എഴുതാം, p മൈനസ് q പിന്നെ നോക്ക് മൈനസ് 1 പ്ലസ് 1 എന്തായി, 0 ആയി. മൈനസ് 1 പ്ലസ് 1 0 ആയി. സോ ഇത്ര എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു q മൈനസ് p. അങ്ങനെയാണെങ്കിൽ d എന്താ മക്കളെ വരിക, ആ ഡിന്റെ കൂടെ അധികപ്പറ്റായിട്ടുള്ള ഇൻറ്റു p മൈനസ് q അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അതെന്തായി മാറി, ഡിവൈഡഡ് ബൈ p മൈനസ് q ആയി. സോ RHS ഓൾറെഡി ആരുണ്ട്, q മൈനസ് p ഉണ്ട്. സോ q മൈനസ് p ഡിവൈഡഡ് ബൈ അപ്പുറത്ത് കൊണ്ട് വരുന്ന ആരാ, p മൈനസ് q. മക്കളെ ശ്രദ്ധിക്കുക, തിരിച്ചു മറിച്ചു എഴുതിയത് q മൈനസ് p മൈനസ് q. സോ നമുക്ക് എങ്ങനെ എഴുതാം, ഒരു മൈനസ് നമുക്ക് പുറത്തെടുക്കാം. മേലുള്ള q മൈനസ് p ഇല്ലേ, അതിലൊരു മൈനസ് പുറത്തെടുത്ത എന്താ വരിക, മൈനസ് 1 പുറത്തെടുത്ത എന്താ വരിക, മൈനസ് ഓഫ് മൈനസ് q പ്ലസ് p എന്ന് വരും അല്ലെ, ഡിവൈഡഡ് ബൈ p മൈനസ് q. അല്ലെങ്കിൽ എങ്ങനെ വരും, മൈനസ് ഓഫ് മൈനസ് q പ്ലസ് p എന്ന് പറഞ്ഞതാ, p മൈനസ് q ഡിവൈഡഡ് ബൈ p മൈനസ് q. സോ മേലെയും താഴെ p മൈനസ് q കോമൺ ആയിട്ടുണ്ട്, രണ്ടും കട്ടായി പോയി. സോ മൈനസ് ഉണ്ട്, സോ മൈനസ് 1 കട്ടായി പോയെന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടായി പോയി, 0 ആയി എന്നാണോ, അല്ല 1 വരും അല്ലെ. 4/4 എത്രയാ, 1 ആണ്. സോ p മൈനസ് q ബൈ p മൈനസ് q 1 ആണ്. സോ മൈനസ് ഉണ്ട്, സോ മൈനസ് 1. d എത്ര കിട്ടി, മൈനസ് 1 എന്ന് കിട്ടി. ഈ കിട്ടിയ d മൈനസ് 1 എന്നുള്ളത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുക. അപ്പൊ എന്താ സംഭവിക്കുക, d മൈനസ് 1 എന്നുള്ളത് ഡിന്റെ വാല്യൂ മൈനസ് 1 ആണെന്ന് കിട്ടി, അത് ആ ഇക്വേഷനിൽ കൊടുത്താൽ എന്താ സംഭവിക്കുക, a പ്ലസ് p മൈനസ് 1 ഇൻറ്റു d അല്ലേ മൈനസ് 1. ഡിക്ക് പകരം മൈനസ് 1 കൊടുത്തു, ഇൻറ്റു മൈനസ് 1 ഇൻറ്റു ആണ് മൈനസ് 1 ഇസ് ഈക്വൽ ടു q എന്ന് കിട്ടി. ശ്രദ്ധിക്കുക, അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. എന്താ വരിക, a പിന്നെ എഴുതേണ്ടത് മൈനസ് 1 ഇൻറ്റു p എന്താ, മൈനസ് p, a മൈനസ് p പിന്നെ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 എന്താ, പ്ലസ് 1. a മൈനസ് p പ്ലസ് 1 ഇസ് ഈക്വൽ ടു q എന്ന് കിട്ടി. ഇനി എന്താ എഴുതുക, ഇതിൽ നിന്ന് a എഴുതുക. എത്രയെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് d കിട്ടി, a കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, nth ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. nth ടൈമിന് നമുക്ക് a എഴുതണം, d എഴുതണം. ഓക്കെ, നമുക്ക് d കിട്ടി, ഇനി a കണ്ടുപിടിക്കണം, ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. സോ എന്ത് ചെയ്യുക, ഈ മൈനസ് p അങ്ങോട്ട് കൊണ്ടുപോകുക, 1 അങ്ങോട്ട് കൊണ്ടുപോകുക. അവിടെ ഓൾറെഡി q ഉണ്ട്, മൈനസ് p അപ്പുറം പോകുമ്പോൾ എന്തായി,
മൈനസ് പി അപ്പുറം പോകുമ്പോൾ എന്തായി പ്ലസ് പി ആയി, പ്ലസ് 1 അപ്പുറം പോകുമ്പോൾ എന്തായി -1 ആയി. സോ എ എന്ന് പറഞ്ഞാൽ ക്യൂ പ്ലസ് പി -1 ആണ്, ഡി എന്ന് പറഞ്ഞാൽ -1 ആണ്. ഡി എന്ന് പറഞ്ഞാൽ -1 ആണ്. അതേപോലെ എ എന്ന് പറഞ്ഞാൽ ക്യൂ പ്ലസ് പി -1 ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? nth ടേം ആണ് അല്ലെ. പ്രൂവ് ദാറ്റ് ഇറ്റ്സ് nth ടേം. നമുക്ക് nth ടേമിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. nth ടേം എന്ന് പറഞ്ഞാൽ എന്താ? an ആണ്. nth ടേമിന്റെ ഇക്വേഷൻ എന്താ? a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എ എത്രയാ? പി പ്ലസ് ക്യൂ അല്ലെങ്കിൽ ക്യൂ പ്ലസ് പി -1 പ്ലസ് എന്താ n-1 ഇൻറ്റു ഡി. സോ n-1 ഇൻറ്റു ഡി എത്രയാ? -1 ആണ്. സോ -1 കൊടുക്കുക ഇൻറ്റു -1. അടുത്ത സ്റ്റെപ്പിൽ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ വരിക? ക്യൂ പ്ലസ് പി -1. പിന്നെ നോക്കിയേ ഇതെങ്ങനെ ചെയ്യാം? -1 ഇൻറ്റു n എന്താ? -n. പിന്നെ -1 ഇൻറ്റു -1 എന്താ? +1. സോ ശ്രദ്ധിക്കുക എന്ത് വരും മക്കളെ? ക്യൂ ഉണ്ട്, പിന്നെ പ്ലസ് പി ഉണ്ട്. അതായത് ഏതൊക്കെ? ക്യൂ എഴുതി, പ്ലസ് പി എഴുതി, അത് കഴിഞ്ഞിട്ട് -n ഉണ്ട്. അതൊക്കെ ഒരുമിച്ച് എഴുതാം. പിന്നെ നോക്കിയേ -1 + 1 അത് 0 ആയിപ്പോയി. അത് ഇനി എഴുതണോ? വേണ്ട. സോ ഇതിനെ നമുക്കൊന്ന് ഉഷാറാക്കിയിട്ട് പി പ്ലസ് ക്യൂ പ്ലസ് പി എന്ന് പറഞ്ഞാൽ എന്താ? പി പ്ലസ് ക്യൂ അല്ലേ. 2+3 എന്ന് പറഞ്ഞാൽ 3+2 ഈക്വൽ അല്ലേ. സോ തിരിച്ചെഴുതിയേ പി പ്ലസ് പി ആദ്യം എഴുതിക്കോ. പി പ്ലസ് ക്യൂ -n. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് nth ടേം ഈസ് പി പ്ലസ് ക്യൂ -n അല്ലേ. നോക്ക് nth ടേം an എത്ര കിട്ടി? പി പ്ലസ് ക്യൂ -n കിട്ടി. കഴിഞ്ഞു. സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. Then there comes our next question. If the sum of first 6 terms of an AP is 36. ഫസ്റ്റ് 6 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എങ്ങനെ എഴുതുക? S6 എന്ന് പറഞ്ഞാൽ എത്രയാ? 36 ആണ്. ആൻഡ് ദാറ്റ് ഓഫ് ദ എന്താ? നേരത്തെ പറഞ്ഞ സാധനം തന്നെ. സം ഓഫ് ദ ഫസ്റ്റ് 16 ടേംസ് ഈസ് 256. അഥവാ S16 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 16 ആണ്. 256 ആണ്. എത്രയാ? 256. അങ്ങനെയാണ് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 10 ടേംസ്. അഥവാ S10 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ഞാൻ ചോദിച്ചോട്ടെ, S6 36 എന്നുള്ള നമുക്ക് എങ്ങനെ എഴുതാം? S6 സം ഓഫ് 6 ടേംസിന്റെ ഇക്വേഷൻ എന്താ? സം ഓഫ് n ടേംസിന്റെ ഇക്വേഷൻ എന്താ? Sn ഇക്വേഷൻ ഞാനിവിടെ ഗ്രീനിൽ എഴുതാം. Sn എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. അത് ശരിയായില്ല. ഞാനൊന്നുകൂടെ മാറ്റി എഴുതാം. കറക്റ്റ് ആണ്, പക്ഷേ എഴുതിയ പൊസിഷൻ ശരിയായില്ല. Sn എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. സോ അങ്ങനെയാണെങ്കിൽ S6 36 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? 6 ടേംസിന്റെ സം അല്ലെ. അപ്പൊ എന്താ വരിക? 6/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. n എത്രയാ? 6 ആണ്. സോ 6 - 1 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു 36 ആണ്. അഥവാ 6/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ഇൻറ്റു 2a പ്ലസ് 6 - 1 എത്രയാ? 5d ഇസ് ഈക്വൽ ടു 36 ആണ്. ഇതിനെ നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം. ഈ 3 ഇൻറ്റു 3 ഇല്ലേ? ഇൻറ്റു 3 നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോയി എന്തായി മാറും? /3 ആയിട്ട് മാറും അല്ലെ. സോ എന്ത് കിട്ടും? ഇപ്പുറത്ത് എന്ത് മാത്രം? 2a പ്ലസ് 5d മാത്രം. അത് എത്രയാ? ഇനി ഇൻറ്റു 3 അപ്പുറം എന്താവും? /3. 36 /3 എത്രയാ? 30 എത്ര? 3 10 3 6 2. സോ 12 എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ 1. ഇനി നമുക്ക് എന്താ? ഇനി അടുത്തത് എന്താ? S16 എന്ന് പറഞ്ഞാൽ 256 ആ. സോ S16 ഇക്വേഷൻ നമുക്ക് എഴുതാം. S16 എന്താ? 16/2 ഇൻറ്റു 2a പ്ലസ് 16 - 1 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു എത്രയാ മക്കളെ? 256. സോ 8 ഇൻറ്റു 2a പ്ലസ് 15d. 8 ഇൻറ്റു 2a പ്ലസ് 15d ഇസ് ഈക്വൽ ടു 256 ആണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ഈ 8നെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ? ഇൻറ്റു 8 അപ്പുറം പോകുമ്പോൾ /8 ആയിട്ട് മാറും. സോ 2a പ്ലസ് 15d ഇസ് ഈക്വൽ ടു 256 / 8. അഥവാ 2a പ്ലസ് 15d ഇസ് ഈക്വൽ ടു 256 / 8 എത്രയാ? 25 എത്രയായി? 8 3 അല്ലേ? 3 24 3 then 1 16 32 16 യെസ് കറക്റ്റാണ്. സോ 2a പ്ലസ് 15d 32 കിട്ടി. നമുക്ക്
എത്ര ഇക്വേഷനായി? 2 ഇക്വേഷനായി. 2 ഇക്വേഷൻ. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് അങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് അങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. കോപ്പി പേസ്റ്റ്. ഒന്ന് ഒരുമിച്ച് എഴുതി വേറെ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഏതോ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാലോ. എന്നിട്ട് ഏതോ ഒരു സാധനം നമുക്ക് ഒഴിവാക്കി കളയാം. എലിമിനേഷൻ മെത്തേഡ്. യെസ്. നേരെ സബ്സ്ട്രാക്ട് ചെയ്തേ. 2 - 1 നോക്കിയേ എന്താ സംഭവിക്കുക? 2a - 2a 0 ആയി പോയി. പിന്നെ 15d - 5d എത്രയാ? 10d. 10d അല്ല 10d is equal to എന്താ പറയാ? 32 - 12 എത്രയാ? 20. സോ d എത്ര വരും മക്കളെ? d is equal to into 10 അപ്പുറത്തോട്ടുണ്ടോ? ശ്രദ്ധിക്കുക, into 10 അപ്പുറത്ത് പോയ എന്തായി? ഡിവൈഡഡ് ബൈ 10 ആയി. അപ്പുറത്ത് മീൻസ് RHSല് എന്താ? 20 / 10 അഥവാ 2 എന്ന് കിട്ടി. D2 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ D2 എന്ന് കിട്ടിയത് നമ്മൾ ഏതെങ്കിലും ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് D is equal to 2 in equation 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 എന്താ? 2a + 5d is equal to 12 ആണ്. സോ 2a + 5d. 5dക്ക് വരുന്നത് കൊടുക്കുക, 2 കൊടുക്കുക. 5 × 2 എത്രയാ? 10. 10 is equal to എത്ര കിട്ടി? 12 കിട്ടി. സോ ഇനി എന്ത് ചെയ്യുക? ഈ 10നെ RHSലോട്ട് കൊണ്ടുപോകുക. അപ്പം എന്തായി? 2a is equal to 12 + 10 അപ്പുറത്ത് പോയി എന്തായി? -10. സോ 2a is equal to 12 - 10 എത്രയാ? 2. അപ്പൊ a എത്ര കിട്ടും? ഈ ഇൻറ്റു 2നെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പൊ എന്താവും? ഡിവൈഡ് ബൈ 2. 2/2 എത്രയാ? 180. നമ്മളോട് a കണ്ടുപിടിക്കാനാണോ പറഞ്ഞത്? ഒരിക്കലല്ല. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? S10 ആണ്. 10 ടേംസിന്റെ സമ്മാണ്. 10 ടേംസിന്റെ സമ്മൊക്കെ നമുക്ക് എളുപ്പമാണ്. S10 എന്ന് പറഞ്ഞാൽ എന്താ? 10/2. n/2 × 2a + n - 1 × d അല്ലേ? സോ 10/2 × 2a + n - 1 × d ആണ്. സോ നമുക്ക് 2aക്ക് വരെ എന്ത് കൊടുക്കാം? എക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. സോ 2a എന്ന് പറഞ്ഞാൽ 2 × 1 2 + n - 1 × d. n എത്രയാ? 10 ആണ്. സോ 10 - 1 9 × d എത്രയാ? 2. സോ എത്ര വരും മക്കളെ? 10/2 എത്രയാ? 5 × 2 + 9 × 2 എത്രയാ? 18. സോ 5 × 18 + 2 എത്രയാ? 20. 5 × 20 എത്ര വരും? 100. ആൻസർ ആയി. 10 ടേംസിന് സമ്മായി. കഴിഞ്ഞു. Then നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ for the AP A1, A2, A3 etc. if A4/A7 is equal to 2/3 then find A6/A8. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾ എഴുതാത്തില്ലേ? അന്നപ്പോൾ ദൈവമായിട്ടൊരു വഴി കാണിച്ചിരും. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വിശ്വാസമില്ല, എന്നാലും ചെറുപ്പത്തിലെ ശീലിച്ചതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഓക്കെ, പോട്ടെ. ദയവായിട്ടൊന്നും വഴി കാണിച്ചില്ല. നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു വഴി വരും, അതാണ് സംഭവം കേട്ടോ. ഓക്കെ, A4/A7 ദയവായിട്ട് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ മക്കളെ ശ്രദ്ധിക്കുക, A4 എന്ന് പറഞ്ഞാൽ എത്രയാ? A4 എന്ന് പറഞ്ഞാൽ എന്താ? A + n - 1 × d അല്ലേ? ഫോർത്ത് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? A + 3d അല്ലേ? A + 3d. സോ A + 3d ഡിവൈഡഡ് ബൈ A7 എന്ന് പറഞ്ഞാൽ എന്താ? A + 7 - 1 × d അഥവാ A + 6d. ഇത് എത്രയാണെന്നാ പറഞ്ഞത്? A4/A7 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞത്? 2/3. മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോളാ. A/B is equal to അല്ലെ, അത് പറയണ്ട. P/Q is equal to S/T ആണെങ്കിൽ നമുക്ക് P × T is equal to S × Q എന്ന് എഴുതാം. അഥവാ ഇതിന്റെ മേലത്തത് ഇൻറ്റു ഇതിന്റെ താഴത്തത് is equal to ഇതിന്റെ മേലത്തത് ഇൻറ്റു ഇതിന്റെ താഴത്തത് എന്ന് എഴുതാം. സോ ഇവിടെ എങ്ങനെ മാറ്റി എഴുതാം നമുക്ക്? ഇതേ ഇൻറ്റു ഇത് എന്താ? 3 × A + 3d is equal to ഇതേ ഇൻറ്റു ഇതെന്ന് എഴുതാം. എന്താ? 2 × A + 6d എന്ന് എഴുതാം. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഇതെന്താ വരിക? 3 × A 3a പ്ലസ് 3 × 3d എത്രയാ? 9d. 3a + 9d is equal to 2 × A 2a പ്ലസ് 2 × 6d 12d എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യുക? ഡീനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുക, എനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുക. ഈ 9d ഇങ്ങോട്ടും കൊണ്ടുപോവാം, 2a ഇങ്ങോട്ടും കൊണ്ടുവരാം. അപ്പോൾ എന്താവും? 2a ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? നോക്കുക, 3a ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പുറത്ത് 2a വന്നാൽ എന്തായി? 39 അല്ല, 3a ആണ്. അപ്പുറത്ത് 2a അപ്പുറം വന്നാൽ എന്തായി? -2a ഇസ് ഈക്വൽ ടു അവിടെ ഓൾറെഡി ആരുണ്ട്? 12d ഉണ്ട്. സോ 12d എഴുതി. LHSലുള്ള 90 + 90 അങ്ങോട്ട് പോയാൽ എന്തായി? -90 ആയി.
ഓക്കെ, സോ 3a മൈനസ് 2a അഥവാ എന്ത് കിട്ടി? a is equal to നോക്കിയേ 12d മൈനസ് 9d എത്രയാ? 3d. അപ്പൊ a എന്ന് പറഞ്ഞാൽ 3d ആണ് നമുക്ക് കിട്ടി. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? a6/a8 ആണ്. ഇനി നിങ്ങൾ a6/a8 എഴുതുക. a6 ഡിവൈഡ് ബൈ a8. a6 എന്ന് പറഞ്ഞാൽ എന്താ? 6th ടൈം എന്ന് പറഞ്ഞാൽ എന്താ? a പ്ലസ് 5d ആണല്ലോ, 5d ആണ്. ഡിവൈഡഡ് ബൈ a8 എന്ന് പറഞ്ഞാൽ എന്താ? a പ്ലസ് 7d ആണ്, 7d. ഇത്രയല്ല. a50 എന്ന് പറഞ്ഞാൽ എത്രയാ? a പ്ലസ് 49d. ഒന്ന് കുറച്ച് കളയാം, ഒന്ന് കുറച്ച് ഡി കളയാം. ഇനി a100 എന്ന് പറഞ്ഞാൽ എത്രയാ? a പ്ലസ് 99d. a1000 എന്ന് പറഞ്ഞാൽ എത്രയാ? a പ്ലസ് 999d. ഓക്കെ, അത്രേ ഉള്ളൂ. സോ a പ്ലസ് 5d ഡിവൈഡ് ബൈ a പ്ലസ് 7d. ശ്രദ്ധിക്കുക, a എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? 3d കൊടുക്കാം. സോ a ഉള്ള സ്ഥാനത്ത് എയുടെ പൊസിഷനിൽ നിങ്ങൾ എന്ത് കൊടുക്കുക? 3d കൊടുക്കുക. സോ 3d പ്ലസ് 5d ഡിവൈഡഡ് ബൈ അടിയിൽ വേണ്ട, സോ 3d പ്ലസ് 7d. അപ്പൊ എത്രയായി? 5 3 8d ഡിവൈഡഡ് ബൈ 10d. വീണ്ടും 10d അല്ല 10d ആണ്. 10 ഡിയും കട്ടായി പോയി. 8/10 8/10 8ന്റെ ഹാഫ് 4 ആണ്, 10ന്റെ ഹാഫ് 5 ആണ്. സോ എന്ത് കിട്ടി? 4/5 എന്ന് കിട്ടി. അഥവാ യെസ്, നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? a6/a8 അല്ലേ? എത്ര കിട്ടി? 4/5 കിട്ടി. കഴിഞ്ഞു. നമ്മൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. യെസ്, വേറെ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. യെസ്, കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. 5 കിടിലൻ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന ചാപ്റ്ററിന് പഠിച്ചത്. സോ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചോളാം. അതോടൊപ്പം കഴിഞ്ഞ ലൈവില് ഞാൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻസിന്റെ ഇതേപോലെ തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോളണേ മക്കളെ. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.